നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ജീൻസും ടൈറ്റ് ജീൻസും ഷോർട്ട് ടോപ്പ് ഇട്ടിട്ട് നാളെ ഇസ്ലാമിന്റേതല്ലാത്ത എന്താണ് ഇസ്ലാമിന് വളരെ വ്യക്തമാണ്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. ഇപ്പൊ റോട്ടിൽ ഇറങ്ങിയാല് സങ്കടാണ് സഹോദരങ്ങളെ. മുഴുവൻ പെൺകുട്ടികളും പാന്റും കുപ്പായും, മുഴുവൻ പെൺകുട്ടികളും, മുസ്ലിങ്ങളായ മുഴുവൻ പെൺകുട്ടികളും. വളരെ ന്യൂനപക്ഷം മാത്രമാണ് യഥാർത്ഥ ഹിജാബ് ഇടുന്നത്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്, മദ്ഹബിൽ തർക്കമില്ലാത്ത വിഷയമാണ് സ്ത്രീ ഹിജാബ് ധരിക്കണമെന്നത്. അവരുടെ മുഖമക്കന മാറിലൂടെ തൂങ്ങി വരണമെന്നത്. അവരുടെ കഴുത്ത് കാണാൻ പാടില്ല, അവരുടെ ശരീരത്തിന്റെ ആകാര വടിവ് പ്രദർശിപ്പിക്കാൻ പാടില്ല. ആ മക്കനെന്ത് ചെയ്യണം, അത് തൂങ്ങിങ്ങനെ കിടക്കണമെന്നാണ്. ശരീരത്തിന്റെ ഒരു ഭാഗവും അതിന്റെ ഒരു ഷേപ്പും പുറത്തു കാണാത്ത രൂപത്തിൽ അവരുടെ മേൽ മൂടുപടങ്ങൾ തൂക്കിയിടട്ടെ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അതെങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റൂല. അതിൽ കാലങ്ങളായിട്ട് ഇസ്ലാമിന്റെ ശക്തമായ പൈതൃകമുണ്ട് എങ്ങനെയാണ് ഹിജാബ് ഇടുക എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് അതുപോലും സഹോദരങ്ങളെ എത്ര നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഹിജാബ് ധരിക്കാത്ത ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും റബ്ബിന്റെ മുമ്പിൽ. ആ ചോദ്യത്തിന് നമ്മൾ വയർക്കേണ്ടി വരും എന്നത് തീർച്ചയാണ് സഹോദരങ്ങളെ. അതാണ് വിശുദ്ധ ഖുർആൻ ഇത്ര ഗൗരവമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് അള്ളാഹു നൽകിയിട്ടില്ല. അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അതാണ് ദീന്. സ്വന്തമായി ഇഷ്ടം ഒരാൾക്കും ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തുൽ ഊലാ. ജാഹിലിയത്തിൽ പെണ്ണുങ്ങൾ നടന്ന പോലെ ആ സൗന്ദര്യ പ്രദർശനം നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറഞ്ഞിട്ട് ആ മക്കനെ കെട്ടേണ്ടത് എങ്ങനെ പറഞ്ഞിട്ട് അല്ലേ, അത് അവിടെ ബന്ധിക്കണം എന്നാണ് തലയിൽ. അതങ്ങനെ എങ്ങനെ ചുറ്റിയൊന്നും ഇടാൻ പറ്റൂല, ഷെയ്പ്പാക്കിടാൻ പറ്റൂല. അത് തലയിൽ ബന്ധിച്ച് തൂങ്ങി ഇങ്ങനെ കിടക്കണം എന്നാണ്. അത് അത്രയും വ്യക്തമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അങ്ങനെ ഹിജാബ് ഇടുന്ന മക്കളായിട്ട് ഭാര്യമാരായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. അതിന് പറ്റിയ പെണ്ണിനെ കെട്ടാൻ പാടുള്ളൂ, അതിന് പറ്റിയ പെണ്ണിനെ മരുവളായിട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധം, അങ്ങനത്തെ കുട്ടികളെ, അങ്ങനത്തെ സന്താനങ്ങളെ പ്രസവിക്കാനും വളർത്താനുമുള്ള ആക്കുണ്ടാകേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷനിലെ പെണ്ണിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കെട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ മക്കൾ കെട്ടാൻ പാടുള്ളൂ. ആ ഒരു ബോധമാണ് നമുക്ക് ഒന്നിച്ച് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ബോധം നമ്മൾ ജീവിതത്തിൽ നിലനിർത്തണം. ആ ബോധത്തിനനുസരിച്ചുള്ളൊരു ജീവിതവും പ്രവർത്തനവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഒരു നിർഭരമായ ഒരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിന് പടച്ചോന്റെ തൗഫീഖ് ഉണ്ടാവും. അതേപോലെ